എനിക്കുറപ്പാണ് ഈ വീഡിയോ കാണുന്നതിൽ നല്ലൊരു പെർസെൻറ്റേജ് ആളുകൾ ആദ്യമായിട്ടായിരിക്കും ഡൂം സ്ക്രോളിംഗ് എന്നുള്ളൊരു സംഭവത്തെ പറ്റിയിട്ട് കേൾക്കുന്നത് തന്നെ. ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മളൊരു മോഡേൺ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡൂം സ്ക്രോളിംഗ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നമ്മളെ മൈൻഡിനെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്, എങ്ങനെ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ഈ 3 തരത്തിലായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഹായ് ഹലോ, ഐ എം ജുനൈസ്, ഐ എം ആൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പുതിയ മെൻ്റൽ ഹെൽത്ത് വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ മൈൻഡിലൊന്ന് ഇമാജിൻ ചെയ്യാം. അതായത് നിങ്ങളൊരു ജസ്റ്റ് ഒരു പോസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംതിങ് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ കയറുന്നു. എന്നാൽ ആഫ്റ്റർ ദാറ്റ് ഒരു 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റിയലൈസ് ചെയ്യാണ്, ഞാൻ സ്ക്രോൾ ചെയ്ത് ഒരുപാട് ടൈം എന്തായിട്ടുണ്ട് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് യു. ഇത് നിങ്ങൾ കാരണമല്ല, ഇത് നിങ്ങളെ ഇഷ്യൂ അല്ല. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഡൂം സ്ക്രോളിംഗ് എന്ന് പറയാം. ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഉണ്ടാവില്ല എന്താണ്, കുറേ ആങ്സൈറ്റി ഉണ്ടാവും, കുറേ ഫിയർ ഉണ്ടാവും, കുറേ റിഗ്രറ്റ് ഉണ്ടാവും. ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഉണ്ടാവുക. അപ്പം ഈ ഒരു ഡൂം സ്ക്രോളിങ്ങിനെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിരന്തരമായിട്ട് വിത്തൗട്ട് എ ഗ്യാപ്പ് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വയലൻസ് നിറഞ്ഞിട്ടുള്ള കണ്ടൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻസ് ആണ് നമ്മൾ മെജോറിറ്റി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നടക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡെത്ത്, അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെയാണ് നിങ്ങൾ മെജോറിറ്റി ടൈമും സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങളെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡൂം സ്ക്രോളിംഗ് എന്ന് പറയാം. ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ക്രോൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന ആളുകളൊക്കെ വിചാരിക്കുന്ന എന്താണ്, അവരെന്തോ വലിയ ഇൻഫർമേഷൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ വലിയ വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ബട്ട് എക്സാക്ട്ലി ഇത് അവരെ മൈൻഡിനെ, അവരെ മെൻ്റൽ ഹെൽത്തിനെ മെല്ലെ 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 എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്, പല രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡൂം സ്ക്രോളിംഗ് നമ്മളെ മൈൻഡിനെ ബാധിക്കുന്നത്, ഇതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമ്മളെ മൈൻഡിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൽ വരുന്ന ഒന്നാണ് എന്ത്, നമ്മളെ കോർട്ടിസോൾ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മളെ സ്ട്രെസ് ഹോർമോൺ എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു സ്ട്രെസ് ഹോർമോൺ കൂടുന്നത് ഈവൻ നമ്മളെ അറ്റാക്കിലേക്ക് പോലും എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ പുറമെ നമ്മൾ ഈ ഒരു സ്ക്രോളിങ്ങും കാര്യങ്ങളും ന്യൂസ് കാണുന്നതൊക്കെ നിർത്തിയാൽ കൂടി പിന്നീടുള്ള സമയങ്ങളിലും നമ്മളെ മൈൻഡ് എന്തായിരിക്കും, സ്ലോ ലെവലിൽ, ഒരു ലോ ലെവലിൽ ഈ കോർട്ടിസോൾ എന്തുണ്ടാവും, നമ്മളെ ബോഡിയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോ ലെവൽ പാനിക് എപ്പോൾ എന്തുണ്ടാവും, നമ്മളെ സറൗണ്ട്സിലുള്ള പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. എക്സാക്ട്ലി നമ്മളെ ഉള്ളിലാണ് ആ ഒരു പാനിക് എന്തുള്ളത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത്, ഒന്ന് നമ്മളെ ഫോക്കസ് വീക്കാക്കും, അതുപോലെ തന്നെ നമ്മളെ സ്ലീപ്പിനെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് നമ്മളിങ്ങനെ ഡെയിലി എടുക്കുന്ന കണ്ടൻസ്, ഡെയിലി നമ്മൾ കാണുന്ന വീഡിയോസും ന്യൂസും കാര്യങ്ങളൊക്കെ എന്താണ്, ഈ വേൾഡ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുഭാഗത്തും ഡേഞ്ചർ ആയിട്ടുള്ള സംഗതികളാണ് നടക്കുന്നത് എന്നാണ് എന്ത് നമ്മളുള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ബ്രെയിനിൻ്റെ ഒരു ക്രിയേഷൻ തന്നെ എങ്ങനെയെന്ന് വെച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സേഫ് ആവുക എന്നുള്ളൊരു നാച്ചുറൽ സിസ്റ്റം നമ്മളെ ബ്രെയിനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ചുറ്റുഭാഗത്തും ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ ബ്രെയിനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ക്വാളിറ്റി സ്ലീപ്പിനൊക്കെ ഇത് നല്ല പോലെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ് നമ്മുടെ എമ്പതി കുറയുക. അതായത് നമ്മളൊരു മരവിച്ച അവസ്ഥ. എമ്പതി എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളെ ഒരു വേദന കാണുന്ന സമയത്ത് നമുക്കുള്ളിൽ തോന്നുന്ന ആ ഒരു വികാരമൊക്കെ എന്ത് ചെയ്യും, വളരെ കുറഞ്ഞു വരുന്നുള്ള നമ്മളൊരു മരവിച്ച അവസ്ഥയിലേക്ക് നമ്മളെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസിനെയും നമ്മളൊരു എമ്പതി ഇല്ലാത്ത രീതിയിൽ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മേജർ പ്രോബ്ലം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങൾ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ന്യൂസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൺവാണ്ടഡ് ആയിട്ടുള്ള യുദ്ധം നടക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഡെത്ത് ആവട്ടെ, ഡിസാസ്റ്റർ ആവട്ടെ, പൊളിറ്റിക്കലി ഉള്ള സംഗതികളാവട്ടെ, ഇതെല്ലാം നിങ്ങൾ കേട്ടതിന് ആഫ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? മെജോറിറ്റി ആളുകളും പറയുന്നത് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഡേഞ്ചറസ് ഫീൽ വരുന്നുണ്ട്, ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഫിയർ ഫീൽ ചെയ്യുന്നുണ്ട്, റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഡൂം സ്ക്രോളിംഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നതാണെന്ത്, ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ നമ്മൾ ബെഡിലേക്ക് കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള സമയങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഇതുപോലത്തെ വയലൻസ് നിറഞ്ഞിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മളെ ബ്രെയിനിനെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ന്യൂസോ അല്ലെങ്കിൽ വീഡിയോസോ മറ്റുള്ളതിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഫോക്കസ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന പേജസ് ആവട്ടെ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽസ് ആവട്ടെ, ഇതെല്ലാം നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെ, സ്പിരിച്വൽ ഹെൽത്തിനെ ഇതിനൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സഹായിക്കുന്നതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽസിൽ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എന്ത് നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചാനൽസ് അല്ലെങ്കിൽ പേജസ് ഇതുപോലെ വയലൻസ് തരുന്നതാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ആ വയലൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള പേജസും ചാനൽസും ഒക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെറിയൊരു ടൂള് പരിചയപ്പെടാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അത് നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 3 സ്ക്രോൾ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു ലോങ് വീഡിയോ കാണുകയാണെങ്കിൽ അത് കണ്ട് തുടങ്ങുന്ന കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളൊന്ന് അവെയർ ആവും. ആ അവെയർ ആവുന്ന സമയത്ത് നമ്മളെ മൈൻഡിനോടൊന്ന് ചോദിക്കുക, ഇത് എനിക്ക് ഹെൽപ്പിംഗ് ആണോ അതോ ഹാമിങ് ആണോ? അതായത് ഇത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ തകർക്കുകയാണോ അതോ വളർത്തുകയാണോ? വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം, അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നാലാമത്തതും അവസാനത്തതുമായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോം സ്ക്രോളിങ്ങിനെ നമ്മൾ സംതിങ് ഡൂയിങ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വയലൻസ് തരുന്ന ചാനലിലൊക്കെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട്, ജേർണലിങ്ങിന് വേണ്ടിയിട്ട്, മെഡിറ്റേഷന് വേണ്ടിയിട്ട്, നിങ്ങളേതായിട്ടുള്ള കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നാലാമതായിട്ട് നമുക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് ഡോം സ്ക്രോളിംഗ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം, ഇത് മൂന്നും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. ഓൾവേസ് നിങ്ങളെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവം, നമ്മളെ മൈൻഡ് എന്നുള്ളത് മറ്റാരോ ഉണ്ടാക്കിയിട്ടുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇടാനുള്ള ഒരു പ്ലേസ് അല്ല. ഈ വേസ്റ്റ് ഇടുന്നതിനനുസരിച്ച് നമ്മളെ ലൈഫ് ഒരു വേസ്റ്റ് പോലെ വാല്യൂ ഇല്ലാത്ത രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ഓൾവേസ് പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ്. നിങ്ങളെ മൈൻഡിനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾവേസ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ലേൺ ഹൗ ടു പ്രൊട്ടക്റ്റ് അവർ മൈൻഡ്, നമ്മളെ ചിന്തകളെ, നമ്മളെ മനസ്സിനെ എങ്ങനെ കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് വിത്ത് എ പ്രാക്ടിക്കൽ ഗൈഡൻസോട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ എല്ലാ മന്തും നടക്കുന്ന ഡയമണ്ട് മൈൻഡ് 5 days ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ദിസ് കണ്ടന്റ് വിത്ത് സംവൺ ഹു റെഗുലർലി സ്ക്രോളിംഗ്, അതായത് റെഗുലറായിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിനും നിങ്ങളെ ഫാമിലിയിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആൻഡ് don't forget to subscribe our channel. Thank you.